ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയബന്ധം ഇനി നല്ല കാലഘട്ടത്തിലേക്ക്, ഒരു അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് നോക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സന് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അതായത് പോരായ്മകളുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പോരായ്മകളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ മര്യാദക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ശരിക്കുമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മനസ്സ് തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മനോഭാവമാണ് ഈ പേഴ്സണ് വരുന്നത്. ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സ്വഭാവ രീതികൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ചിന്തകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയണം, നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം, നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സ് തുറന്ന് സംസാരിച്ച് അത് പരിഹരിക്കണം എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു. അതായത് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ തേർഡ് പാർട്ടി കാരണം ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും മറ്റുള്ളവരെ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മാപ്പാണ്, അതായത് സോറിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സോറി പറയാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും മനസ്സിൽ തട്ടി പറയുന്ന ഒരു കാര്യമാണ്. സോറി അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരൂ എന്ന് പറയുന്നത് അത്രയും മനസ്സിൽ തട്ടി പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും അതിനോടൊപ്പം തന്നെ സോറി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സൺ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഒറ്റപ്പെടൽ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്ഷമ പറയാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരാതെ പോയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് തരേണ്ട പരിഗണന. അതായത് നിങ്ങളുമായിട്ട് പ്രണയബന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി പലപ്പോഴും പിശുക്ക് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ പിശുക്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന
ഒരു കാര്യം എന്ന് പറയുമ്പോൾ പിശുക്ക് കാണിക്കുക. അപ്പൊ പിശുക്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാതിരിക്കുക, നിങ്ങളോട് സംസാരിക്കാതിരിക്കുക, നിങ്ങളെ സംരക്ഷിക്കാതിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുക, പ്രണയം നന്നായിട്ട് ആസ്വദിക്കാതിരിക്കുക, നിങ്ങളെ സ്നേഹിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ഈ പേഴ്സന്റെ കാല് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണോട് കെഞ്ചിയിട്ടുണ്ട്, ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊന്നുമല്ല ഈ പ്രണയബന്ധം മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണെ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല പോകേണ്ടത്, നമ്മൾ ഇങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയാ, പക്ഷേ ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനോ സ്വന്തം തെറ്റ് തിരുത്താനോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ ഈ ഒരു പ്രണയബന്ധത്തിൽ 100% നീതി പുലർത്താനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. ഈ പേഴ്സൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്കാണ് ഈ പേഴ്സൺ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തരാനും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനുമാണ്, നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു തരത്തിലും ഇപ്പോൾ മാറി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മാറി നിന്നിട്ട് ഈ വ്യക്തി എന്ത് നേടി എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാറി നിന്നിട്ട് ഈ വ്യക്തി എന്ത് നേടി? കാരണം ഈ വ്യക്തിക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല. ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയി. അതാണ് ഈ വ്യക്തി പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈനേഷൻ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവരാകാം, ഒരുപാട് വഴിപാടുകൾ അല്ലെങ്കിൽ പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാകാം, നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്ത ആൾക്കാരാകാം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും ഒക്കെ ഈ പേഴ്സൺ നന്നായിട്ട് ഈ പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. ഇപ്പൊ പണ്ടെപ്പോഴോ നിങ്ങൾ പ്രാർത്ഥിച്ചു വെച്ച കാര്യമാകാം, നിങ്ങൾ പണ്ടെപ്പോഴോ ചെയ്തു വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാകാം, മാനിഫെസ്റ്റേഷൻസ് ആകാം. അപ്പോൾ അതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യമൊക്കെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തിരുന്ന ആ ഒരു പല കാര്യത്തിനും നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം, മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകാം, പൂജകൾ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഫലപ്രാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥനകളൊന്നും കൈവിട്ട് കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു അവേക്കനിങ് പ്രോസസ്സാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിനേക്കാൾ കൂടുതൽ സങ്കടമായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുന്നത്. എന്തുമായിക്കോട്ടെ, അതെന്തു തന്നെ ആയാലും നിങ്ങൾക്കതൊരു വലിയൊരു പാഠമാണ്, വലിയൊരു ലെസനാണ് നിങ്ങൾക്കത്, വലിയൊരു കർമ്മമാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ കർമ്മയാണ്. ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ന് കരുതിയിട്ട് എന്താ പറയാ, അങ്ങേയറ്റം അനുഭവിച്ചോളൂ എന്നല്ല പറഞ്ഞു വരുന്നത്. കുറേയൊക്കെ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. ബട്ട് സ്റ്റിൽ കുറേയൊക്കെ എന്നിട്ടും നിങ്ങൾ അത്രയും നന്നായിട്ട് നല്ല കുട്ടിയായിട്ട് നിങ്ങൾ ഈ പേഴ്സന്റെ മുന്നിൽ സത്യസന്ധമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോലും, എന്നിട്ട് പോലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കണക്ഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ അവേക്കനിങ് പ്രോസസ്സും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അവേക്കനിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മീയപരമായിട്ടുള്ള ഉണർവ്. കാരണം നിങ്ങളിൽ പലവരും കർമ്മദോഷങ്ങളിലൂടെ, കർമ്മ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്.
അതായത് നിങ്ങൾ ജനിച്ച അന്നു മുതൽ തൊട്ട് ഇന്ന് വരെ, അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഒരു ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുക്കളില്ല, നല്ലൊരു കാലഘട്ടമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മോശപ്പെട്ട കാലഘട്ടം കീറി മുറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ആ ഒരു കാർമിക് സൈക്കിള് എന്നേക്കുമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കർമ്മം, അത് മുജ്ജന്മ പാപമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ആ ഒരു സോള് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടാണ്, അത് കീറി മുറിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കർമ്മ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിലൂടെ നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് എന്തിലേക്കാണ്? സ്പിരിച്വൽ പരമായിട്ടുള്ള ജീവിതത്തിലേക്കാണ്, ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലേക്കാണ്. അതായത് നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പല പല ജീവിത പാഠങ്ങളിൽ നിന്നും നല്ലൊരു ജീവിത അനുഭവങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അവേക്കനിങ് പ്രോസസ്സും കൂടിയാണ്. നിങ്ങൾക്കൊരു ആത്മീയ ഉണർവിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഓവറോൾ എനർജി നോക്കാം. മാ കാളിയാണ്, ഉഗ്ര സ്വരൂപിണീനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ യെല്ലോ ബട്ടർഫ്ലൈനെ കാണാൻ സാധിക്കുന്നുണ്ട്, ബ്രൗൺ ബട്ടർഫ്ലൈയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മഞ്ഞ കളറിലുള്ള തുമ്പികളെ, ചിത്രശലഭങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ ബ്രൗൺ കളറിലെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഈ ഒരു യൂണിവേഴ്സ് അത് കാണുന്നുണ്ട്. ഒരിക്കലും അത് കാണാതിരിക്കുന്നില്ല, ഉറപ്പായിട്ടും യൂണിവേഴ്സ് അത് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ദേവീ ഭക്തരായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരും, പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ചില നെഗറ്റിവിറ്റി ഉണ്ട്, അത് ഇല്ലാണ്ടാക്കണം. അത് ഇല്ലാണ്ടാക്കണമെങ്കിൽ ഈ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അത് നിങ്ങൾ ചിലപ്പോൾ ചില ദേവീനെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ ദേവതയായിരിക്കാം, ഭദ്രകാളി ദേവി, ദുർഗാദേവി, അല്ലെങ്കിൽ പല തരത്തിലുള്ള കുറേ തരം ടൈപ്പ് ഓഫ് ദേവിമാരുണ്ട്. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ, അല്ലെങ്കിൽ അങ്ങനെ പല ഒരുപാട് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ദേവിമാരെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവത ദേവിയായിരിക്കാം. അപ്പോൾ ആ ഒരു ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എനർജി, ഈ ഒരു ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിരന്തരമായിട്ട് പുഷ്പാഞ്ജലികളും ഒക്കെ നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടാകാം, നിങ്ങൾ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പം അല്ലെങ്കിൽ ദേവിയുടെ ഏതെങ്കിലും നാളായിരിക്കാം നിങ്ങളുടെ നാള്, അപ്പം അങ്ങനെ ആയിരിക്കാം. എന്തായാലും ദേവിയുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. സോ ആ ഒരു ദേവി തന്നെയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നതും ഈ ഒരു ജന്മത്തിൽ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതും കാത്തു രക്ഷിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഈ ഒരു ദേവി തന്നെയാണ്. അപ്പൊ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുക എന്നുള്ളത് ഈ ഒരു ദേവിയുടെ സാന്നിധ്യത്തിലൂടെ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം വാട്സപ്പ് നമ്പർ ഈ റീഡിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.